ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹീറോ ഡേറ്റ് വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വണ്ടി സ്റ്റാർട്ടിങ് ഒക്കെ ആക്കിയിട്ട് ഓടിച്ചു നോക്കിയിരുന്നു. ഓടിച്ചു നോക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. ജന സർവീസായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിലെ ബ്രേക്ക്, ക്ലച്ച് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാക്കിലെ ബ്രേക്ക് നമുക്കത് മാറ്റാനായിട്ട് കേട്ടോ. ബാക്കിലെ ബ്രേക്ക് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുമാനുണ്ട്. അതുപോലെ ബാക്കിലെ ബ്രേക്ക് ഒന്ന് നല്ല ടൈറ്റാണ്. അതിൽ ക്യാമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റാണ്. അപ്പോൾ ഈ ബാക്കിലെ ബ്രേക്സും മാറ്റി ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് ഒന്ന് റീസെറ്റ് ആക്കേണ്ടി വരും. അത് മാത്രമല്ല ബാക്കിലെ ടയറും അത്യാവശ്യം നല്ല രീതിയിൽ മോശമാണ്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട് വണ്ടി നല്ല വെട്ടലാണ്. വണ്ടി ടയറും നല്ല രീതിയിൽ മോശമാണ്. അതും പറഞ്ഞാൽ ആ ടയറും മാറ്റണം. അതുപോലെ തന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് ഉള്ള ഒരു കംപ്ലൈൻറ്റ്, ക്ലച്ചിൻ്റെ ഭാഗത്ത് വന്നു നല്ല രീതിയിലൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഈ ഒരു വേരിയേറ്റർ ബോഡി, അതിൻ്റെ ഈ ബോസ് ഡ്രൈവ് അതിൽ നല്ല രീതിയിൽ പ്ലേ ആണ്. അങ്ങനെ പ്ലേ ആയിട്ട് ഓടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ തുറുമ്പിൻ്റെ അംശമാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ഉണ്ട്. അതിൻ്റെ ഒരു സൗണ്ട് ആയിരുന്നു ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് കേട്ടിരുന്നത്. നമുക്ക് ഈ ബോസ് ഡ്രൈവും അതുപോലെ ഈ വേരിയേറ്റർ ബോഡി, ഈ റോളർ വെയിറ്റും മാറ്റണം. അതുപോലെ ബെൽറ്റിനും കുഴപ്പമൊന്നുമില്ല. ബെൽറ്റ് പുതിയ ബെൽറ്റ്, ഒരു കമ്പനി ബെൽറ്റൊന്നുമല്ല, ഹാൻഡ് പണ്ടുള്ളൊരു കമ്പനിയുടെ ബെൽറ്റാണ്. ബെൽറ്റൊക്കെ തന്നെ യൂസ് ചെയ്യാം. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റൊക്കെ വെച്ച് പുള്ളിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഫുള്ളായിട്ട്. അതുപോലെ നമുക്ക് അതിൽ ഈ റോളറും അതിൻ്റെ പിന്നും ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആകും. അതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ അത്യാവശ്യം മോശമായിട്ടുണ്ട്. അപ്പോൾ ഈ എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിടണം. അതുപോലെ ഈ പ്ലഗ് പഴക്കം കാണുന്നില്ല. പ്ലഗ് നമുക്ക് അതിന് യൂസ് ചെയ്യാം. ആ എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിട്ടുണ്ട് വരും. അതേപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കൊന്നും പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി തീരെ നിൽക്കുന്നില്ല. ഫ്രണ്ട് ബാഗൊന്നും പിടിച്ച് നിൽക്കുന്നില്ല. അത് ഈ കേബിളിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടാവും. ഫ്രണ്ടിലെ 2 കേബിളും നമുക്ക് മാറ്റി വരും. 2 കേബിൾ മാറ്റി ബ്രേക്കൊക്കെ നയിച്ച് ഫുള്ളായിട്ട് നയിച്ച് ഗ്രീസ് ചെയ്ത് വരും കേട്ടോ. വണ്ടി വന്നപ്പോൾ ബാറ്ററി തീരെ ചാർജ് ഉണ്ടായില്ല. ബാറ്ററി ഇരിക്കുന്നത് 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഒന്ന് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ട് അതിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ല നിങ്ങൾ നോക്കിയിട്ട് പറയാം. ഓക്കെ. പിന്നെ വേറൊരു കംപ്ലൈൻറ്റ് പറഞ്ഞു. പിന്നെ എഞ്ചിൻ ഓയിൽ ലെവൽ നോക്കിയപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ലെവൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റണം. അപ്പോൾ എഞ്ചിൻ ഓയിൽ ഇന്നലെ നമ്മൾ കസ്റ്റമർ നിൽക്കാതെ വേണ്ടി നമ്മൾ എഞ്ചിൻ ഓയിൽ അയച്ചിട്ടായിരുന്നു. അപ്പോൾ എഞ്ചിൻ ഓയിലോട് മാറ്റിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ സെക്കൻഡറി എയർ ഫിൽറ്റർ പറയും. അതും അത്യാവശ്യം നല്ല രീതിയിൽ പൊടി വന്നിട്ടുണ്ട്, പൊടിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കേണ്ടി വരും കേട്ടോ. പിന്നെ വേറെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ വേറെ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഈ വൈസറിൽ ഇവിടെ പൊട്ടിയിരിക്കുന്നത് അതിൻ്റെ ഒരു ജർക്കിങ്ങൊക്കെ വണ്ടി നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ. ഇതിനിപ്പം നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടിയും പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. അതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ഷൂ, അതുപോലെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, ബ്രേക്ക് കേബിളുകൾ ഒക്കെ നോക്കിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. പിന്നെ ആക്സസ് കേബിൾ നിലവിൽ വലിയ കുഴപ്പമില്ല, അത് അതിന് യൂസ് ചെയ്യാം. പിന്നെ ആ ബാക്കിലെ ടയറൊന്നും മാറ്റണമെങ്കിൽ അതും കൂടി ഒന്ന് സെപ്പറേറ്റ് പറയാം. ടയർ അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. അപ്പോൾ ടയർ കൂടാതുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.